സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ മന്ത്രിയും പാർലമെന്റ് അംഗവുമായിരുന്ന ഇ.കെ. ഇമ്പിച്ചി ബാബ ഓർമ്മയായിട്ട് ഇന്ന് 29 കൊല്ലം തികയുകയാണ്. പൊന്നാനിക്കാരുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ഓർമ്മദിനം ഇത്തവണ വന്നിരിക്കുന്നത് കടുത്ത തെരഞ്ഞെടുപ്പ് ചൂടിനിടെയാണ്. പാർലമെന്റിൽ ജവഹർലാൽ നെഹ്റുവിനൊപ്പവും മകൾ ഇന്ദിരാഗാന്ധിക്കൊപ്പവും അംഗമായ ജനപ്രതിനിധി, നിയമസഭയിൽ CH മുഹമ്മദ് കോയയ്ക്കൊപ്പവും മകൻ MK മുനീറിനൊപ്പവും അംഗമായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPIM രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ 32 നേതാക്കളിൽ ഒരാൾ. പാർലമെന്റിലെ ഇരുസഭകളിലും നിയമസഭയിലും അംഗമായപ്പോഴും മന്ത്രിസ്ഥാനത്തെത്തിയപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരനായി പൊന്നാനിക്കാർക്കിടയിൽ ജീവിച്ച നേതാവ്. പാർലമെന്റിൽ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ചതും ഇമ്പിച്ചി ബാവയാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ജനിച്ച ഇമ്പിച്ചി ബാവ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെത്തി. 13-ാം വയസ്സിൽ ഇമ്പിച്ചി ബാവയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. EMS, AKG കൃഷ്ണപിള്ള എന്നീ നേതാക്കളുമായുള്ള സൗഹൃദത്തെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെത്തി. 2ാം EMS മന്ത്രിസഭയിൽ ഗതാഗത, തുറമുഖ, ജയിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 1995-ൽ 9ാം കേരള നിയമസഭയിൽ അംഗമായിരിക്കുമ്പോഴായിരുന്നു ഇമ്പിച്ചി ബാവയുടെ വിയോഗം. റിസർച്ച് ഡെസ്ക് 24. ഇ.കെ. ഇമ്പിച്ചി ബാവ രാഷ്ട്രീയ രംഗത്തെ ഒരു അതികായനായിരുന്നു. പൊന്നാനിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടി തന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ആളായിരുന്നു അദ്ദേഹം.